നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രധാനപ്പെട്ട ചില PSC മീറ്റിംഗ് തീരുമാനങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് റിസൾട്ടിനെ പറ്റി പറയാം. വകുപ്പ് തല പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വിജയിച്ചവർ പ്രൊഫൈൽ വഴി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണം. അടിയന്തരമായി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം ഓഫീസ് മേധാവിയുടെ സാക്ഷ്യപത്രം, തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഫെബ്രുവരി 27 വരെ ആസ്ഥാന ഓഫീസിൽ നേരിട്ട് ഹാജരായാൽ മതി. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരള PSCയുടെ 2024 ജൂലൈയിലെ വിജ്ഞാപന പ്രകാരം നടത്തിയ വകുപ്പ് തല പരീക്ഷയുടെ ഫലം PSC വെബ്സൈറ്റിലും പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിലും ലഭിക്കും. പരീക്ഷ വിജയിച്ചവർ സർട്ടിഫിക്കറ്റിനായി തങ്ങളുടെ പ്രൊഫൈൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ പെട്ടെന്ന് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ഓഫീസ് മേലധികാരിയുടെ സാക്ഷ്യപത്രവും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖ എന്നിവ ഹാജരാക്കി ഫെബ്രുവരി 27 വരെ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് കൈപ്പറ്റാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇത് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിജി ലോക്കറിലും ലഭ്യമാകും. ഡിജി ലോക്കർ അക്കൗണ്ടിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പ്രിന്റ്, പ്രൊബേഷൻ, പ്രമോഷൻ എന്നീ ആവശ്യങ്ങൾക്ക് താൽക്കാലികമായി ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. വകുപ്പുതല വാചാ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. വൈവാവോസി എക്സാം ജൂലൈ 2024 വകുപ്പുതല പരീക്ഷാ വിജ്ഞാപന പ്രകാരം കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം മേഖലകളിൽ വെച്ച് നടത്തിയ കാഴ്ച പരിമിതരായ ഉദ്യോഗസ്ഥർക്കുള്ള വകുപ്പുതല വാചാ പരീക്ഷയുടെ ഫലവും പ്രസിദ്ധീകരിച്ചു. PSC വെബ്സൈറ്റിൽ അതിന്റെ ഫലം ലഭ്യമാണ്. കേരള PSCയുടെ അടുത്ത ഒരു മീറ്റിംഗ് തീരുമാനമാണ് കഴിഞ്ഞ ആഴ്ചത്തെ 9-ാം തീയതിയിലെയാണിത്. തിരുവനന്തപുരം ജില്ലയിൽ സൈനിക ക്ഷേമ വകുപ്പിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അതിന്റെ എക്സ് സർവീസ്മെന് മാത്രമായിരുന്നു 397/2020. ഇതിന്റെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ഏതൊക്കെയാണ് നടക്കുന്നതെന്ന് പറയുന്നത്. 2025 ജനുവരി 15 അതായത് ഇന്നാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് പോളിടെക്നിക്കില് ലെക്ചറർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 236/2023 ആണ്. ഇന്നു മുതൽ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. ജനുവരി 15, 16 തീയതികളിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നമ്പറിൽ ആർക്കെങ്കിലും യോഗ്യരായിട്ടുള്ളവർക്ക് സന്ദേശം ലഭിച്ചിട്ടില്ലെങ്കിൽ. വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 689/2022 ജനുവരി 15, 16, 17 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ്. വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ 597 ആണ്. ജനുവരി 16, 17 തീയതികളിൽ PSC കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചാണ് അഭിമുഖം നടത്തുന്നത്. എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന NCA കാറ്റഗറി നമ്പർ തസ്തിക മാറ്റം മുഖേന വരുന്ന 705, 736 അത് 2 തസ്തികയിലേക്കാണ്. 2025 ജനുവരി 15 ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം കാറ്റഗറി നമ്പർ ഹിന്ദു നാടാർ 737/2023 ആയിരുന്നു. ജനുവരി 16 രാവിലെ 7:30 എറണാകുളം ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നത്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ജൂനിയർ മെയിൽ നഴ്സ് കാറ്റഗറി നമ്പർ 437/2023 തസ്തികയിലേക്ക് 2025 ജനുവരി 16, 17 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം, SMS എന്നിവ നൽകിയിട്ടുണ്ട്. സംശയ നിവാരണത്തിനായി CR2 വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. പ്രമാണ പരിശോധന. വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് കാറ്റഗറി നമ്പർ 729/2023 ആണ്. മുസ്ലിം തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് 2025 ജനുവരി 13 ഓൾറെഡി കഴിഞ്ഞുപോയി, തലേന്നായിരുന്നു PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് തീരുമാനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നതിൻ്റെ വീഡിയോ അടുത്തതായി ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.